നമ്മുടെ ഹിസ്റ്ററിയെയും നമ്മുടെ കൾച്ചറിനെ അത്രത്തോളം റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഫുഡ്. പുട്ടെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ പറയും നമ്മുടെ മലയാളികളുടെ പുട്ട് മലയാളികളുടെ അല്ല. സീരിയസ്ലി ഇത് അങ്ങോട്ട് പോയതല്ലല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് പോയതാണോ അവിടെ നിങ്ങോട്ട് നമ്മുടെ അല്ല. അവിടെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ലോങ്ങർ പോകാൻ പറ്റുമോ? ലോങ്ങർ പോകുന്ന വഴിക്ക് ഇത് ചാർജിന് കൊണ്ടിടണമെന്നുണ്ടെങ്കിൽ എത്ര വേണ്ട സമയമാണ് പോവുക. പ്രൊഡോമിനറ്റ്ലി നമ്മൾ ഫാസ്റ്റ് ചാർജസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയും നമുക്ക് കിലോവാട്ട് കൂടിയ വണ്ടികളെ വരത്തുള്ളൂ. യാത്ര ഇടയ്ക്ക് പട്ടിക്കാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്, അവിടെ ഒന്നുമില്ല, വേറെ സൗകര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ പറയുന്ന ഹസിലില്ലാതെ തന്നെ പോകും. ഇപ്പം വോയിസയുടെ ചാർജസ് നിങ്ങൾ ഗ്രിഡിൽ ആപ്പിൽ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഏത് വണ്ടിയാണെങ്കിലും ഈ 15 മിനിറ്റ്സ് മതി. നമ്മുടെ ഹിസ്റ്ററിയെയും നമ്മുടെ കൾച്ചറിനെ അത്രത്തോളം റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഫുഡ്. ഇപ്പം അത് ചോദിച്ചപ്പോഴാണ് നമ്മുടെ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. പുട്ടെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ പറയും നമ്മുടെ മലയാളികളുടെ മലയാളികളുടെ ഇടിയപ്പം, മലയാളികളുടെ ഇത്. പുട്ട് മലയാളികളുടെ അല്ല, സ്റ്റീംഡ് റൈസ് കേക്കാണ്. പക്ഷേ ഇതേ സാധനം പിട്ട് എന്ന് പറഞ്ഞ് ആസാമിൽ പോയിട്ട് ആസാമിലുണ്ടല്ലേ പിട്ട്. ഓക്കെ, ചിരട്ടപ്പുട്ട് തന്നെ സാധനം. സീരിയസ്ലി അതിനകത്ത് ശർക്കര ചേർത്തതുകൊണ്ട് ശർക്കര ചേർക്കാത്തതുകൊണ്ട്. പുട്ടിൽ ശർക്കര, തേങ്ങയ്ക്ക് ഒരു ശർക്കര, ശർക്കര ചേർത്ത പുട്ട്, തേങ്ങ പീര ഇട്ട് ശർക്കര ചേർത്ത് പുട്ട്, പിട്ട് പിട്ട്. അപ്പോൾ ഈവൻ പേര് പോലും സിമിലർ. ഞാൻ അവിടെ ചെന്നപ്പോൾ നീ ഒരു പ്രായം ചെന്ന അമ്മ അവിടെ നിന്ന് ഒരു മാർക്കറ്റിൽ നിന്ന് ഇതുണ്ടായിക്കൊണ്ടിരിക്കുക, സ്റ്റീം ഗെയിം. ഓക്കെ, അവിടെ ഇത് കൊള്ളാമല്ലോ, നമ്മൾ പുട്ടല്ലേ. ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോയതല്ലല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് പോയതാണോ അവിടെ നിങ്ങോട്ട് നമ്മുടെ അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷേ വിദേശത്തു നിന്ന് വന്നതായിരിക്കണം. മനസ്സിലായി. മേ ബി പോർച്ചുഗീസോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. അതിനെക്കുറിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ ആലോചിച്ചാണ് ഇതിനെക്കുറിച്ച് ഒന്ന് വായിച്ചു നോക്കണമല്ലോ എന്ന്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അത് വിട്ടുപോയി. അല്ല, എനിക്ക് സത്യത്തിൽ എബിനെ പോലുള്ള ഇത്രയും ഇൻഫ്ലുവൻസ് ഫുഡ് എടുത്തിട്ട് നിൽക്കുന്നവരോട് പറയാനുള്ളൊരു കാര്യം അതാ. നമ്മൾ ആഹാരം എന്ന് പറഞ്ഞ ടേസ്റ്റ് മാത്രമല്ല, അതിനൊരു കൾച്ചറും അതിനൊരു സ്റ്റോറിയുണ്ട്. അപ്പം അങ്ങനെയും കൂടെ നമുക്ക് കിട്ടിയ കുറച്ച് ഇൻട്രസ്റ്റിംഗ് എന്നെപ്പോലുള്ളവർക്ക്. അത് ഞാൻ സക്സസ് ആവുമെന്ന് പറയുന്നില്ല, അത് സക്സസ് ആവാൻ സാധ്യത കുറവ്. കാരണം ഞാൻ ഇടയ്ക്കൊന്ന് ചെയ്യാൻ നോക്കിയിട്ടത് അത്ര ഓക്കെ പോകുന്നു എന്ന് പറയാം. ആൾക്കാർക്ക് ഏറ്റവും ചുരുക്കമായിട്ട് എന്താണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, അതാണ് അവർക്ക് വേണ്ടത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ തുടക്ക സമയത്തൊക്കെ എൻ്റെ വീഡിയോസ് അറൗണ്ട് 20 മിനിറ്റ്സ് പ്ലസ് ഉണ്ടായിരുന്നു യൂട്യൂബിൽ വരുന്ന വീഡിയോസ്. ആ പോകുന്ന സ്ഥലത്തിന് ചുറ്റുവട്ടുള്ള കാര്യം, അവിടെ കഴിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള സംസാരം, ഇതെല്ലാം കൂടെ കൂടിയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ ആൾക്കാരത് കുറച്ചുകൂടെ നീണ്ട കൂടി പോകുന്നു, സംസാരം കൂടി പോകുന്നു, ഫുഡും അവിടുത്തെ കാര്യങ്ങളും കൂടുതലായിട്ട് പറയും. അങ്ങനെ നമ്മൾ പതുക്കെ മാറി ഈ ഒരു സ്ട്രീമിലേക്ക് വന്നതാണ്. ഇത് ഇപ്പം ഞാൻ തിരിച്ച് വേറൊരു ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പം പോഡ്കാസ്റ്റ് തിരിഞ്ഞ് വരട്ടെ. ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ഡെയിലി ഇപ്പോൾ ഒരു ഓഫീസിൽ പോകുന്ന ഒരു വ്യക്തിയാണ്, വീട്ടിൽ വരികയാണ്, വീട്ടിൽ വന്ന് ചാർജ് ചെയ്യാവുന്ന ഒരു സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വന്ന് കുത്തിയിടുന്നു, അടുത്ത ദിവസം രാവിലെ പോകുന്നു. 200 കിലോമീറ്റർ പോയിട്ട് 150 കിലോമീറ്റർ പോലും ഒരു ദിവസം സാധാരണ നമ്മൾ സിറ്റിക്കകത്ത് പോകാറ് മാക്സിമം 50 കിലോമീറ്റേഴ്സ് ആയിരിക്കും ഓടിക്കുക, അല്ലെങ്കിൽ 60 കിലോമീറ്റേഴ്സ്. അതിന് കംഫർട്ടബിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഗോ ഈസി അവിടെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസേ ഉള്ളൂ. അത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് ആണ് പ്രൊഡോമിനൻ്റ്ലി ഉള്ളത്. ഞങ്ങളുടെ വണ്ടി കൊണ്ടൊന്നും അവിടെ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ചിലർ ചാർജ് ചെയ്യാൻ പറ്റില്ലെന്നല്ല, പറ്റും, ഉറപ്പായിട്ടും പറ്റും. പ്രൊഡോമിനൻ്റ്ലി നമ്മൾ ഫാസ്റ്റ് ചാർജസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കാര്യം ഇനിയും ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇനിയും നമുക്ക് കിലോവാട്ട് കൂടിയ വണ്ടികളെ വരത്തുള്ളൂ. ഇപ്പം 70, 65, 70 ആദ്യം 20, 30, 40 ഇപ്പോൾ 65-70 കിലോവാട്ടിലേക്ക് എത്തി, 100 കടക്കും. ആ രീതിയിലേക്ക് ഇനി പൊക്കോണ്ടിരിക്കത്തുള്ളൂ. സമയമാണല്ലോ എല്ലാത്തിൻ്റെ ഒരു അളവ് പോലെ. സമയം കുറയ്ക്കുക എന്നതാണല്ലോ മൊത്തത്തിൽ പരിപാടികൾ. അപ്പം നമ്മൾ നോക്കുന്നത് സമയം കുറയ്ക്കുക, ഇതുകൊണ്ട് ലോങ്ങർ പോകാൻ പറ്റുക എന്നൊരു പരിപാടിയിലേക്ക്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലാൻ. അതാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കെല്ലാം. ലോങ്ങർ പോകാൻ പറ്റുമോ? ലോങ്ങർ പോകുന്ന വഴിക്ക് ഇത് ചാർജിന് കൊണ്ടിടണമെന്നുണ്ടെങ്കിൽ എത്ര വേണ്ട സമയമാണ് പോവുക. അത് ഇപ്പം എൻ്റെ മനസ്സിലാണല്ലോ. ഇപ്പം ഞങ്ങളൊക്കെ നല്ല രീതിയിൽ യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇവിടുന്ന് എബിൻ EVയിൽ യാത്ര ചെയ്യുന്നൊരു കാലമാണ്. അതെ, ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂർ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ചാർജ് ചെയ്യാൻ നിർത്തേണ്ട ഒരു അവസ്ഥ വന്നാലത്തെ ഒരു സിറ്റുവേഷൻ. ബാംഗ്ലൂർ ഇപ്പോൾ ഉള്ള വണ്ടികളിൽ 2 പ്രാവശ്യം ജോയിൻറ്റ് വരത്തില്ല. ഇല്ല, ഒരു പ്രാവശ്യം പോലും പറ്റത്തില്ല. ഒരു പ്രാവശ്യം ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ ചാർജ് ചെയ്യാൻ ഇടുന്നിടത്ത് ഇപ്പം ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ അവിടെ കൊണ്ട് ചാർജ് ചെയ്യാൻ ഇടുന്നു, അതിൻ്റെ അടുത്ത് വേറെ സൗകര്യങ്ങളില്ല. എവിടെയാണ് ചാർജ് ചെയ്യാനുള്ളത്? അപ്പോൾ നമ്മൾ അത്രയും ടൈം വേസ്റ്റ് ചെയ്യുന്നു. അതേ സമയത്ത് നമ്മൾ അവിടെ കൊണ്ടിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പം ലുലുവിൽ പോകുന്ന ഒരാൾക്ക് അവിടെ നിങ്ങൾക്ക് ഗോ ഈസി ഉണ്ട് അല്ലേ? അപ്പോൾ അവിടെ അവിടെ കൊണ്ട് വണ്ടി ഇട്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് ലുലു ചെയ്യുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു വരുമ്പോൾ ചാർജ് ആവുന്നു, തിരിച്ചു വരുന്നു. ദാറ്റ്സ് കംഫർട്ടബിൾ. അതേസമയത്ത് നമ്മൾ യാത്ര ഇടയ്ക്ക് പട്ടിക്കാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്, അവിടെ ഒന്നുമില്ല, വേറെ സൗകര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആ
ചാർജിന് വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവസ്ഥ ഭയങ്കര ശോകമാണ്. നമുക്കതിന് പറഞ്ഞ 100% ശരിയാണ്, അതിൻ്റെ അകത്ത് ഒരു അപ്പീലും ഇല്ല. നമുക്ക് EVs അറ്റ് പ്രസൻറ്റ് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി നിൽക്കുന്ന, ഇപ്പോൾ നമ്മുടെ ഫെസിലിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചർ നിൽക്കുന്ന ഒരു ലെവലിൽ നമുക്ക് മേജർ റൂട്ടുകളിൽ സൗത്ത് ഇന്ത്യയിൽ എവിടെയും പോവാം. നമുക്ക് ഈ പറയുന്ന ഹസിലില്ലാതെ തന്നെ പോകും. ഇപ്പം ബാംഗ്ലൂർ ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്കൊരു മാക്സിമം 20 മിനിറ്റ്സ് വോയിസോടെ ചാർജസ് നിങ്ങൾ ഗ്രിഡിൽ ആപ്പിൽ കയ്യിലുണ്ടെങ്കിൽ ഒരു 20-25 മിനിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് മാക്സിമം ഒരു നമ്മുടെ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഏത് വണ്ടിയാണെങ്കിലും ഒരു 60 കിലോമീറ്റർ 70 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്റർ പോകാൻ നിങ്ങൾക്ക് ഈ 15 മിനിറ്റ്സ് മതി. ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അതായത് ഒരു അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൻ്റെ സൈഡിലോ അങ്ങനെ ഒരു സാറ്റുറേഷൻ കാണും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, പ്രോബബ്ലി ഇൻ 1 and 2 years, ഇൻ 2 years നമുക്കിത് കംപ്ലീറ്റ്ലി ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് നമുക്ക് എന്ത് കണ്ണുടച്ചത് കൊണ്ടുപോകാം എന്ന രീതിയിലേക്ക് എത്തും.